ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു യൂട്യൂബർ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു റീൽസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നമുക്ക് ഏറ്റവും ആദ്യം വേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തായിരിക്കും? ക്യാമറ ക്വാളിറ്റി അല്ലെങ്കിൽ വിഷ്വൽ ക്വാളിറ്റി അല്ലെങ്കിൽ വീഡിയോ ക്വാളിറ്റി എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. നമുക്ക് വിഷ്വൽ ക്വാളിറ്റി അല്ലെങ്കിൽ വീഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ആളുകൾ കാണുമ്പോൾ ഒരു ഇമ്പ്രഷൻ ഉണ്ടാവും. ഞാനിപ്പോൾ എടുക്കുന്ന ഈ ഒരു ഫോണിൻ്റെ സെൽഫി ക്യാമറയിലാണ്. ഇതിൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ സെൽഫി ക്യാമറയുടെ ക്വാളിറ്റി അല്ലെങ്കിൽ മെഗാ പിക്സൽ എന്ന് പറയുന്നത് വെറും 8 മെഗാ പിക്സൽ മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, നിങ്ങളുടെ ഫോണിനൊക്കെ ഇത്ര ഇതിലും 48ഉം 32ഉം അതുപോലെ തന്നെ 16 ഉള്ളവരായിരിക്കും. എൻ്റെ ഈ ഒരു സെൽഫി ക്യാമറയ്ക്ക് വെറും 8 മെഗാ പിക്സൽ മാത്രമാണ് ഇതിൻ്റെ സെൽഫി ക്യാമറ. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ 8 മെഗാ പിക്സലിനെ വെച്ചിട്ട് ഈ ഒരു വീഡിയോ ഇത്ര ഒരു ഇതിൽ എങ്ങനെ ചെയ്യുന്നു നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അതാണ് ലൈറ്റിംഗ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ ഒരു റീൽസ് ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ ഒരു ഏത് മേഖലയിലായാലും നമ്മളിപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യുന്നവരാണെങ്കിലും ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും ലൈറ്റിംഗ്. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. എന്നാൽ മാത്രമേ നമ്മൾ വീഡിയോയുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എന്താവും മെച്ചപ്പെടുകയും കാര്യങ്ങളുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് പല സൈറ്റുകളും ഓൺലൈൻ ഷോപ്പിങ്ങിലും വഴി ഇഷ്ടംപോലെ ഇഷ്ടംപോലെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ചിലത് വർക്ക് ചെയ്യും, ചിലത് നമുക്ക് വേണ്ട അത്ര ഒരു ലൈറ്റിങ്ങും പെർഫെക്ഷനും പവറൊന്നും കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ വാങ്ങിയിട്ട് വിചാരിക്കും, അയ്യോ ഇത് വാങ്ങണ്ടായിരുന്നു, ഇതിനിപ്പോൾ എനിക്കൊരു മെച്ചമില്ല, അല്ലെങ്കിൽ ഇതിപ്പോൾ വലിയ ക്വാളിറ്റി ഒന്നും ഇല്ല, ക്ഷീണമായിപ്പോയി പെട്ടുപോയി എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഇനി വാങ്ങാത്ത പല ആളുകളും ഉണ്ടാവും, എന്നെ പോലെ വാങ്ങാത്ത കുറേ ആളുകളുണ്ടാവും. വാങ്ങാത്ത ആളുകൾ അല്ലെങ്കിൽ ഇനി ലൈറ്റിങ് വേണ്ട ആളുകളൊക്കെ ചെയ്യേണ്ട അല്ലെങ്കിൽ അവർക്ക് പറ്റിയൊരു ടിപ്പ് അല്ലെങ്കിൽ അത് എങ്ങനെ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുവരെ അങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്നും അത്ര വലിയ പ്രാധാന്യമൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇനി മുതൽ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് പെർഫെക്റ്റ് ആക്കിയാലോ എന്നൊക്കെ വിചാരിക്കുകയാണ്. അപ്പം ഞാൻ ഇപ്പോൾ ഒരു ചെറിയൊരു ലൈറ്റിംഗ് സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ചെറിയ ലൈറ്റിംഗ് സെറ്റപ്പാണ്. ചെറുതെന്ന് വെച്ചാൽ വളരെ ചെറുത്, ഏറ്റവും ഏത് ആളുകൾക്ക് വേണമെങ്കിലും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ലൈറ്റിംഗ് സെറ്റപ്പാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. എങ്ങനെയുണ്ട് ആ ഒരു ലൈറ്റിംഗ് സെറ്റപ്പ് അല്ലെങ്കിൽ എന്തൊക്കെ വേണം അത് ഒരു ലൈറ്റിംഗ് സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കാൻ. ഞാൻ ഉണ്ടാക്കിയ ലൈറ്റിംഗ് സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ എന്തൊക്കെ വേണം എന്ന് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് കാണാം. അതെങ്ങനെയാണ് മേക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ. അപ്പം ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് ഈ ചാനൽ, ഒന്ന് ചെറിയൊരു ചാനലാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ചിട്ടുണ്ടെങ്കിൽ എന്താവും, എനിക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും കമൻറ്റും കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലുമൊക്കെ അടിക്കുക, ഞാൻ എന്തായാലും റിപ്ലൈ തരും. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID കൂടി ഞാൻ എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വേഗം ആ ഒരു വീഡിയോ, ഞാൻ ഉണ്ടാക്കിയ ഒരു ലൈറ്റിംഗ് സെറ്റപ്പ് വളരെ ചെറുതാണ് കേട്ടോ, നിങ്ങൾ വിചാരിക്കും പോലെ വലിയതൊന്നുമില്ല, സിമ്പിളായിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു ലൈറ്റിംഗ് സെറ്റപ്പാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതെങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് ഗായ്സ് എൻ്റെ ലൈറ്റിംഗ് സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ലൈറ്റ് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് ഓൺ ആക്കാം. അപ്പോൾ ഇതിൽ നിന്നാണ് ലൈറ്റ് വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിന് വേണ്ട കാര്യങ്ങളെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ചെറിയൊരു സാധനമാണ്, നമ്മുടെ ഒരു മുണ്ടിൻ്റെ പീസ് എന്ന് പറയാം, വെള്ള മുണ്ടിൻ്റെ ഒരു ചെറിയ പീസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് വെള്ള മുണ്ടിൻ്റെ ഒരു ചെറിയ പീസാണ്. എന്നിട്ട് നമുക്ക് പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു അല്ലെങ്കിൽ ഒരു അത്യാവശ്യം നല്ല പവറുള്ള ഒരു ബൾബ്. ആ ബൾബും പിന്നെ നമുക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു ചെരുപ്പിൻ്റെ പെട്ടി. നിങ്ങൾക്കറിയാം, നമ്മളെ കാർഡ്ബോർഡ് പീസ്, ഏതെങ്കിലും ഒരു ചെരുപ്പിൻ്റെ പെട്ടിയോ അങ്ങനത്തെ എന്ത് കാർഡ്ബോർഡ് പീസ് മതി. പിന്നെ നമുക്ക് സ്റ്റാൻഡ് ആക്കിയിട്ട് ഞാൻ തൽക്കാലം വെച്ചിട്ടുള്ളത് ഒരു സ്റ്റൂളും ഒരു കസേരയും, അതിൻ്റെ മേലെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സ്റ്റൂൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ലൈറ്റ് ഇടുമ്പോൾ നമുക്ക് ഈ ഒരു ലൈറ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് ഓവറായിട്ടുള്ളൊരു ലൈറ്റാണ് വരിക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ചെറിയൊരു ലൈറ്റിംഗ് ചെറിയൊരു മുണ്ടും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താവും, നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള ലൈറ്റ് മാത്രമേ മുഖത്തേക്ക് അടിക്കൂ. മറ്റേതാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഷേഡോ ഒക്കെ നല്ല രീതിയിൽ അടിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ സെറ്റപ്പ് ആക്കി എടുത്തതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ലൈറ്റിംഗ് സെറ്റപ്പിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം. ഇത് നമുക്കറിയാം, സാധാരണ നമ്മളൊരു വയറാണ്, അതിന് നമ്മളിതാ ഈ ഒരു ചെറിയൊരു പ്ലഗും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വയർ നമുക്ക് അത്യാവശ്യം എത്ര ലെങ്ത്ത് വേണോ, ഇത് കുറച്ച് ഓവറാണ്, ഇത് ഞാൻ വേറൊരു ആവശ്യത്തിന് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ഈ ഒരു ഇതാണ് വയർ. ഈ വയറല്ല, ഏതെങ്കിലും ഒരു വയർ മതി. എന്നിട്ട് ആ വയർ നമ്മളിതാ ഈ ഒരു ചെറിയൊരു ഇസ്തിരിപ്പെട്ടിയുടെ പെട്ടിയാണ്,
അപ്പോൾ ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു അത്യാവശ്യം നല്ല പവർ കിട്ടുന്ന ഒരു ബൾബ് നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട് കാർഡ്ബോർഡ് പീസിൻ്റെ അകത്തേക്ക്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ബാക്കിൽ ഈ ഒരു പിൻഭാഗത്ത് നമ്മൾ ചെറിയൊരു ഹോൾ ഇട്ടിട്ട് നമ്മൾ ഈ ഒരു ബൾബ് ഓർഡർന്നോ എന്ത് വേണമെങ്കിലും ബൾബ് കണക്ട് ചെയ്യുന്ന ഒരു സാധനം നമ്മൾ ഈ ഒരു ബൾബിൻ്റെ അകത്ത് വെച്ചിട്ട് അത് പുറത്തുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാൻഡിൻ്റെ കാര്യം ഞാൻ കാണിച്ചു തരുന്നില്ല, കാരണം നിങ്ങൾക്ക് നേരത്തെ കണ്ടിട്ടുണ്ട് സ്റ്റാൻഡ് എങ്ങനെയാണ് ചെയ്തതെന്ന്. ജസ്റ്റ് ഒരു കസേരയുടെ മുകളിൽ ഒരു സ്റ്റൂളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല വലിയ രീതിയിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് കാരണം ലൈറ്റൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടി വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ സിമ്പിളായിട്ടുള്ള ലൈറ്റിംഗ് ആണ് ഇന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇനി യൂട്യൂബിൽ അല്ലെങ്കിൽ ഈ റീൽസിലൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഈ ലൈറ്റിങ്ങിൻ്റെ ഇഷ്യൂ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു സിമ്പിളായിട്ട് ഏകദേശം ചുരുങ്ങിയ പൈസ മാത്രം മതി നിങ്ങളുടെ വീട്ടിലുള്ള ഒരു LED ബൾബ്. അതെന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു റൂമിലിട്ട LED ബൾബ് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്നും കൂടെ എടുക്കുക. എന്നിട്ട് നമ്മളെ ചെരുപ്പ് വാങ്ങാത്തവരൊന്നും ആരും ഉണ്ടാവില്ല. അപ്പോൾ അവിടെ നിന്ന് പറയുക എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഒരു 100 രൂപേൻ്റെ ചെരുപ്പങ്ങ വാങ്ങിക്കോളി. എന്നിട്ട് എന്ത് പറയാം, എനിക്ക് പെട്ടിയും കൂടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പെട്ടി തരിക. അല്ലെങ്കിൽ വെറുതെ തന്നെ എന്തെങ്കിലും പെട്ടിയൊക്കെ ഉണ്ടാവും, ആ ഒരു പെട്ടി എടുക്കുക. അതുപോലെ തന്നെ വയറ്, പിന്നെ ബൾബ് ഓർഡർ കാര്യങ്ങൾ, പിന്നെ ഒരു വെള്ള തുണിയുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു, ലൈറ്റ് ഓവർ മുഖത്തേക്ക് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെറിയൊരു വെള്ള തുണി നമ്മൾ ജസ്റ്റ് ഒരു വെള്ളമുണ്ട്, ഏതെങ്കിലും ഒരു വെള്ളമുണ്ട് എടുക്കുക, എന്നിട്ട് ജസ്റ്റ് അതിൻ്റെ മുകളിൽ വെക്കുക. അപ്പോൾ നല്ല ലൈറ്റിങ്ങും പെർഫെക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇതുപോലെ വലിയ എമൗണ്ട് ഒന്നും മുടക്കിയിട്ട് ഈ ഒരു ലൈറ്റിങ്ങും കാര്യങ്ങളൊന്നും വെക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും ഈ ഒരു കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ റീൽസ് ഓളികളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ചെയ്തു നോക്കുക, പറ്റെങ്കിൽ ഒന്ന് ചെയ്തു നോക്കുക, എന്നിട്ട് കമൻറ്റും കാര്യങ്ങളൊക്കെ അറിയിക്കുക. അപ്പം നമുക്ക് എന്ത് ചെയ്യുക, ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നവരിക്കും. ഞാൻ അജയ് സിദ്ധുന്നൻ്റെ യൂട്യൂബ് ചാനലാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെൽ ബട്ടണും എല്ലാം അമർത്തുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നവരിക്കും. ബൈ.